ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ആരംഭിച്ചപ്പോൾ മുതൽ പ്രതിപക്ഷം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബഹളം തുടങ്ങി. ഇതിനിടെ ടാക്സേഷൻ ആൻഡ് അതർ ലോസ് അമെൻഡ്മെന്റ് ബിൽ 2026 ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാന സംഭവങ്ങളാണ് അരങ്ങേറിയത്. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ പാർലമെന്റ് ഇന്ന് പാസാക്കി. കർഷകരുടെ വരുമാനവും കാർഷിക സുസ്ഥിരതയും ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ സുപ്രധാന നടപടികൾ സ്വീകരിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ അറിയിച്ചു. 16ാം ധനകാര്യ കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി ഉയർന്ന വിഹിതം നീക്കിവച്ചതായും സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തെ പലിശരഹിത വായ്പ നൽകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. രണ്ടാമത് ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കമായി. അഴിമതിയിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ തിരിച്ചുപിടിക്കുന്നതിനുള്ള ബ്രിക്സ് എക്സ്പെർട്ട് നെറ്റ്വർക്ക് ഓൺ അസറ്റ് റിക്കവറിയുടെ രണ്ടാമത്തെ യോഗവും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. യോഗത്തിന് നാളെ സമാപനമാകും. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഉൾപ്പെടെ 9 ജില്ലകളിൽ നാളെയും 4 ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ മഴക്കെടുതികളിൽ 25 മരണം സ്ഥിരീകരിച്ചു. 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 18,438 പേരാണ്. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ കൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 19 പ്രസിദ്ധീകരിക്കും. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടിയന്തര സാഹചര്യങ്ങളിൽ ഷൂട്ടർമാരുടെ സേവനം കാര്യക്ഷമമായി വിനിയോഗിക്കാൻ ഇതോടെ സാധിക്കും. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 8 മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. കോഴിക്കോട് ബീച്ചിലും എറണാകുളം കലൂർ സ്റ്റേഡിയം ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലുമാണ് ഓഗസ്റ്റ് 25 വരെ മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ആയുഷ് സർവകലാശാല സ്ഥാപിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. സ്വതന്ത്ര സർവകലാശാലയുടെ ബില്ലിന്റെ കരട് തയ്യാറാക്കാൻ 4 സമിതിയെ രൂപീകരിച്ച് ഉത്തരവായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ വിഷ്വൽ റേഡിയോ സംവിധാനം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. റേഡിയോ പരിപാടികളുടെ ദൃശ്യരൂപം കൂടി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഈ സംവിധാനം. സംസ്ഥാനത്ത് കനത്ത മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മൂലം തകർന്ന റോഡുകളും പാലങ്ങളും ഉടൻ ഗതാഗത യോഗ്യമാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. PWDക്ക് 50 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം ഇതുവരെ കണക്കാക്കിയിട്ടുണ്ടെന്നും വെള്ളം പൂർണ്ണമായി ഒഴുകിപ്പോയ ശേഷം നഷ്ടം ഉയരാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലീകരിച്ച മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ആദ്യ വായ്പകളുടെ വിതരണവും മറ്റന്നാൾ നടക്കും. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഭരണ സംവിധാനം കൂടുതൽ കാര്യക്ഷമവും സുതാര്യവും നിക്ഷേപ സൌഹൃദവുമാക്കുവാൻ ലക്ഷ്യമിട്ട് 4 സുപ്രധാന പരിഷ്കാരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. കാലഹരണപ്പെട്ട നിയമങ്ങൾ ഭേദഗതി ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യുക, സർക്കാർ സ്ഥാപനങ്ങളുടെ സമഗ്ര രജിസ്ട്രി തയ്യാറാക്കുക എന്നിവയുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഉത്തരവിറക്കിയത്. തിരുവനന്തപുരം ജില്ലാ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 7 രാവിലെ 11 മണിക്ക് തൊഴിൽ മേള സംഘടിപ്പിക്കും. കടകംപള്ളി മിനി സിവിൽ സ്റ്റേഷന്റെ എംപ്ലോയബിലിറ്റി സെന്ററിലാണ് മേള. കേരള മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് പ്രൊഫൈൽ പരിശോധിക്കുന്നതിനും ന്യൂനതകൾ പരിഹരിക്കുന്നതിനുമുള്ള അവസരം ഈ മാസം 10 വരെ ഉണ്ടായിരിക്കും. വിശദവിവരങ്ങൾ cee.kerala.gov.in ലഭ്യമാണ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരങ്ക പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ ഈ മാസം 9 നടത്താനിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പിയൂൺ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള OMR പരീക്ഷ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.